ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വലിയൊരു ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അത് ഈർക്കിൽ വെച്ചിട്ട് വളയാതെയാണ് ഞാൻ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അത് വീഡിയോ കാണാം. എന്നാലും നമുക്കിത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുന്ന എങ്ങനെ നോക്കാം. അതിൻ്റെ തലെല്ലാം പൊക്കി, പിന്നെ അതിന് പുറമേ ഉള്ള ഈ തോടെല്ലാം ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ശല്യമായിട്ടത് പ്രത്യേകമായിട്ടും എടുക്കണം. അല്ലെങ്കിൽ വയറുവേദന മറ്റുള്ള അസുഖങ്ങളെല്ലാം വരും. നല്ലോണം ഇതിൻ്റെ ഉള്ളിൽ ക്ലീനാക്കി എടുക്കണം. നല്ലവണ്ണം കഴുകി എടുക്കണം. നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ചെമ്മീനാണിത്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം പറഞ്ഞുതരാം. ആദ്യം തന്നെ ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറുനാരങ്ങ, കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് ഈർക്കിൽ വേണം. ഇത് തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് എടുത്ത ഈർക്കിലാണ്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ്. ഇനി നമുക്ക് മസാല തേക്കാം. മസാല തേക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ചെമ്മീൻ്റെ ഉള്ളിൽ ഈർക്കിൽ നന്നായിട്ട് കുത്തി കയറ്റണം. ഇത് നല്ലോണം ഉള്ളിലേക്ക് നന്നായിട്ട് കുത്തി കയറ്റണം. വിട്ടുപോകാത്ത മാതിരി ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നന്നായിട്ട് ഉള്ളിൽ തന്നെ ശരിക്കും ആയി വരണം. ഇനി നമുക്ക് മസാല നന്നായിട്ട് കുത്തിയതിന് ശേഷം മസാല തേക്കാം. അതിൽ തന്നെ ഉപ്പ് കുറച്ച്, എല്ലാം ഓരോരോ ഇഷ്ടത്തിന് കുറച്ച് ഇട്ടാൽ മതി. കുരുമുളക് പൊടി, പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂണ്, 2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, പിന്നെ ചെറുനാരങ്ങ നന്നായിട്ട് പോക്കിയിട്ട് പിഴിഞ്ഞെടുക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ജ്യൂസിൽ തന്നെ വേണം ഇത്. എന്നിട്ട് ശരിക്കും നന്നായിട്ട് ചെമ്മീൻ്റെ ഉള്ളിൽ തേച്ച് പിടിപ്പിക്കണം. ഉപ്പെല്ലാം നോക്കി ശരിക്കും കറക്റ്റിൽ ഉള്ളിൽ മസാല ശരിക്കും ഉള്ളിലേക്ക് നല്ലോണം പിടിക്കണം. ശരിക്കും ഉള്ളിൽ മസാല കയറണം. ഉപ്പും മുളകും എല്ലാം ഓരോരോ ആവശ്യത്തിന് ചേർത്ത് ശരിക്കും ഉള്ളിൽ നന്നായിട്ട് പിടിക്കണം. ഇത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ മസാല ശരിക്കും അതിൽ ഇങ്ങനെ പിടിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്.
ശരിക്കും 5 സ്റ്റാർ ഹോട്ടലിലെല്ലാം കിട്ടുന്ന വലിയ ചെമ്മീനാണ്. അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചെമ്മീനാണിത്. നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാം. അടുപ്പ് കത്തിക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. അത് ചൂടായാൽ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം തന്നെ വേണം. എന്നാൽ കൂടുതലും വേണ്ട. എന്നാലും ഇത് മൊരിഞ്ഞ് കിട്ടാനുള്ള വെളിച്ചെണ്ണ വേണം. നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടണം. നല്ലവണ്ണം ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പില ഇടാം. നല്ലോണം ചൂടാവട്ടെ. തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായി ഇങ്ങനെ അരച്ചിട്ടിടാം. നമുക്ക് പ്രോൺസ് എല്ലാം ഇതിൻ്റെ അകത്തുള്ള നന്നായിട്ട് ശരിക്കും നല്ലോണം മുരിഞ്ഞ് വരണം. ശരിക്കും ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിടാം. ഒന്ന് മരുന്നാൽ നമുക്ക് തിരിച്ചിടാം. ഇതിൻ്റെ കൂടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോൺസിൻ്റെ ഒരു പ്ലേറ്റാണ് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്തത്. നമുക്ക് ചെമ്മീന് ഒരു ഭാഗം ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം.
നമുക്കും ഒഴിയുന്നവർക്കും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിൽ മാറ്റാം. ഇനി കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് കറിവേപ്പിലയും ഇതിൻ്റെ മേലെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിഷ്. ഞാൻ മോന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് അടുത്ത വീട്ടിലെ കുട്ടികളാണ്. ഒരു മോള് വീഡിയോ എടുക്കുന്നുണ്ട്. ഇവരാണ് എന്നെ സഹായിക്കുന്നത് മോന് ടേസ്റ്റ് ചെയ്യാൻ. എന്താണെങ്കിലും ശരിക്കുള്ളൊരു അഭിപ്രായം പറയണം. ആ ടേസ്റ്റുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ചെമ്മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.